ഞങ്ങൾക്കങ്ങനെ ഒരു ഗണിച്ച് പറയാൻ കഴിയില്ല. പക്ഷെ ഞങ്ങൾക്കറിയാം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ശക്തമായ പ്രചരണ ഒരു ആദർശത്തിൽ അടിയുറച്ച് നിൽക്കുന്ന മുഴുവൻ ആളുകളും അത് ജാതിമത ഭേദമന്യേ ഞങ്ങളോടൊപ്പം തന്നെ ഉണ്ടാകും. കോൺഗ്രസിനകത്ത് നിന്ന് ഒരു വോട്ടും പോകും എന്ന് ഞങ്ങൾക്ക് പ്രതീക്ഷയില്ല. അവരാദർശത്തെയാണ് സ്നേഹിച്ചത്. ആ ആദർശത്തെ സ്നേഹിച്ചാണ് അവർ കോൺഗ്രസിൽ നിന്നിട്ടുള്ളത്. കേരളത്തിൻ്റെ ചരിത്രം എടുത്തു നോക്കൂ. കേരളത്തിൻ്റെ ചരിത്രം എടുത്താൽ സി കേശവനെ പോലെയുള്ള അതിപ്രഗത്ഭമതിയായുള്ള ആളുകൾ, ഞാൻ സത്യം പറഞ്ഞാൽ ശ്രീ ആർ ശങ്കരനെ പോലുള്ള പ്രഗത്ഭന്മാർ എല്ലാം ഞങ്ങളുടെ പ്രസ്ഥാനത്തിൽ കൂടെ വളർന്നു വന്നതല്ലേ. അതൊന്നും ആളുകൾ മറക്കില്ല. അത് പൊയ്ക്കോട്ടെ. അത് അവരുടെ അഭിപ്രായമല്ലേ. അവരുടെ സമീപനം എന്താ? അവരവരുടെ സമീപനം പറയട്ടെ. ഞങ്ങളുടെ സമീപനം ഞങ്ങൾ പറയാം. ഇല്ല, അത് CPM-ന്റെ സ്റ്റേറ്റ് സെക്രട്ടറി ശ്രീ M.V. ഗോവിന്ദൻ പറഞ്ഞു. അവരുടെ മുഖ്യമന്ത്രി പോളിറ്റ് ബ്യൂറോ അംഗം ശ്രീ പിണറായി വിജയൻ പറഞ്ഞു. അവരുടെ പോളിറ്റ് ബ്യൂറോയിലുള്ള 4 ആളുകൾ കേരളത്തിലുണ്ടല്ലോ, അവരാരെങ്കിലും പറഞ്ഞോ? അവർക്ക് പറയാൻ കഴിയാത്തത് കൊണ്ട് ഇത് റസലിൻ്റെ തലയിലോട്ട് ഇരിക്കട്ടെ എന്നവർ തീരുമാനിച്ചതാണ്. എങ്ങനെയാ ഇത് തന്നെ? ഈ ഒഴുക്കം നോക്കി ഇവിടെ ഈ ഒഴുക്കം നോക്കിയിരിക്കുന്ന ആരാ? ഇവർക്ക് ആഗ്രഹം എന്താ? കോൺഗ്രസ് പിടിച്ചാൽ പിടിമുറ്റാത്ത രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. അതുകൊണ്ട് ഈ പ്രസ്ഥാനത്തിൽ നിന്ന് ആരെങ്കിലും എങ്ങോട്ടെങ്കിലും പോകുന്നെങ്കിൽ ഉന്തിത്തള്ളി വിടാനല്ലേ ഇവർ ശ്രമിക്കുന്നത്. അതിൻ്റെ അർത്ഥം ഞങ്ങളെ ദ്രോഹിക്കാനല്ല, അവർക്ക് BJP-യെ ശക്തിപ്പെടുത്താനാണ്. അല്ല, അവർ BJP-യെ ശക്തിപ്പെടുത്താനാണ്. അവരുടെ ഉന്നം BJP-യെ ശക്തിപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ്. അതിനുവേണ്ടിയാണ്. അപ്പോൾ അവരെന്ത് ചെയ്യുന്നു? ഞങ്ങളിൽ നിന്നത് കൊണ്ടുപോകും, പോകും എന്നിങ്ങനെ പുറകെ നടന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. പറച്ചിലേ മിച്ചമുണ്ടാവും, വേറൊന്നും സംഭവിക്കുകയില്ല. എങ്ങനെ? അല്ലല്ലല്ലല്ല, അയ്യോ, താഴെത്തട്ടിൽ എന്തൊരു ആവേശമാണ്. നമ്മൾ പണത്തിൻ്റെ കുറവുള്ളത് കൊണ്ട് സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് വലിയ വമ്പിച്ച ഇതൊന്നുമില്ല. അതിനുള്ള ഞങ്ങൾക്ക് സാമ്പത്തിക ശേഷിയൊക്കെ വളരെ കുറവാണ്. പക്ഷേ ജനങ്ങളുടെ ഹൃദയമുണ്ട്, ജനങ്ങളുടെ ഇച്ഛാശക്തിയുണ്ട്, അവരുടെ അതിതീവ്രമായ പ്രയത്നമുണ്ട്. ആ പ്രയത്നം വെച്ച് ഞങ്ങൾ നന്നായി മുന്നോട്ട് പോകുക. അതിൻ്റെ എല്ലാ പ്രതിഫലനവുമാണ് കാണുന്നത്. ഇന്ന് രാവിലെ നമ്മളുടെ സ്ഥാനാർത്ഥി പര്യടനം ഇവിടെ നടന്നില്ലേ? പനച്ചിക്കാട് പഞ്ചായത്തിൽ നിന്ന് തുടങ്ങിയത്. എത്ര നല്ല ഭംഗിയായിരുന്നു. അത് നേരിട്ട് കണ്ട ആളുകളുണ്ട്. ക്രോസ് ചെക്ക് ചെയ്ത് നോക്കിയോളൂ. വലിയ ഗംഭീരമാണ്. എല്ലായിടത്തും ആളുകൾ ഉണ്ട്. എത്ര ചൂടുള്ള കാലാവസ്ഥയാണെങ്കിലും അവിടെ എല്ലാം ആളുകൾ ഒരുമിച്ച് കൂടുന്നുണ്ട്. നല്ല അന്തരീക്ഷമാണ്. എല്ലാം ഒരു നല്ല വേവ് ഞങ്ങൾക്ക് അനുകൂലമായിട്ടുണ്ട്. അതാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പോളിംഗ് ശതമാനത്തിനകത്തെ പ്രശ്നം, പോളിംഗ് ശതമാനം ഈ വോട്ടർ പട്ടിക വരുന്നതിന് മുമ്പുള്ള ചില തിരിമറികളുണ്ട്. അതാണ് അതിനകത്ത്. ഇപ്പോൾ ഞങ്ങളുടെ വോട്ടർമാരുടെ പേരെല്ലാം വെട്ടിക്കാൻ നടക്കുക. അവർ അങ്ങനെയുള്ള വോട്ടർ പട്ടികയ്ക്കകത്തുള്ള വേലകളുണ്ട്. പെർസെൻറ്റേജ് വരുമ്പോൾ വോട്ടർ പട്ടികയ്ക്കകത്ത് ലിസ്റ്റ് എടുത്തിട്ടല്ലേ പെർസെൻറ്റേജ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് പോളിംഗ് ശതമാനത്തിൽ അങ്ങനെ കുറവുണ്ടാവില്ല എന്ന് ഞങ്ങൾ കരുതുന്നു. പക്ഷേ അതിനകത്ത് ഒത്തിരി ഒരു മാനിപ്പുലേഷൻസിന് ശ്രമം നടക്കുന്നുണ്ട്. അതൊന്നും ഇവിടെ ബാധിക്കാൻ പോകുന്ന ജനങ്ങളുടെ മുന്നേറ്റം വരുമ്പോൾ പിന്നെ ഇത് വല്ലതും പ്രശ്നമാണ്.